നന്ദി. Judges, please now call number 5 on the stage. Call number 5 on the stage. ഹായ് ഹലോ, നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ ഇതെന്താ സംഭവം എന്നല്ലേ? എൻ്റെ മോളുടെ സ്കൂളിൽ കലോത്സവമായിരുന്നേ. അപ്പോൾ കലോത്സവത്തിന് എൻ്റെ മോളും പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ കലോത്സവത്തിൻ്റെ കുറച്ച് ചെറിയ ചെറിയ ഭാഗങ്ങൾ ഞാനൊന്ന് ഷൂട്ട് ചെയ്തിട്ട് നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. അപ്പോൾ കലോത്സവത്തിൽ ചെറിയ മക്കൾ, LP വിഭാഗത്തിലുള്ള മക്കൾ, 1-ാം ക്ലാസ്സിലും 2-ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന മക്കൾ കഥയും കവിതയൊക്കെ പറഞ്ഞ സംഭവമാണ് നിങ്ങളിപ്പോൾ കേട്ടത് കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞു. ഇപ്പോൾ നാടോടി നൃത്തം നടന്നുകൊണ്ടിരിക്കുന്ന സംഭവമാണ് ഇപ്പോൾ കണ്ടത്. നാടോടി നൃത്തം നടന്നുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. എൻ്റെ മോള് നാടോടി നൃത്തത്തിൽ ഇപ്രാവശ്യം പങ്കെടുത്തിട്ടില്ല. എൻ്റെ മോള് ഇപ്രാവശ്യം ഗ്രൂപ്പ് ഡാൻസും തിരുവാതിര അതുപോലെ ഭരതനാട്യം ഇത് മൂന്നുമായിരുന്നു മോള് പങ്കെടുത്ത ഐറ്റം. അപ്പോൾ ആദ്യത്തെ 2 ദിവസമായിരുന്നേ പരിപാടി. അപ്പോൾ ആദ്യത്തെ ദിവസം തിരുവാതിരയായിരുന്നു മോൾക്ക്. അപ്പോൾ തിരുവാതിരയ്ക്ക് എല്ലാവരും റെഡിയാവാൻ വേണ്ടിയിട്ട് തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ്. ഇതാണ് വേഷം. ഒരു ജമ്പറും ഒരു മുണ്ടും മാത്രമാണ് ഇവരുടെ തിരുവാതിരയുടെ വേഷം. മറ്റ് 3 ടീമായിട്ടാണ് ഇവർ മത്സരം നടത്തുന്നത്. മറ്റ് 2 ടീമുകാരും സാരിയാണ് ഉടുത്തത്. ഇവർ സാരി ഉടുത്തിട്ടില്ല. സാരി ഉടുത്താൽ ശരിക്കും കളിക്കാനൊന്നും പറ്റില്ല എന്നൊക്കെ പറഞ്ഞ് അപ്പോൾ ടീച്ചർ പറഞ്ഞു ശരി എന്നാൽ ഇതുപോലെ ഈ ഒരു ബ്ലൗസും ഒരു മുണ്ടും അത് മതി എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഉടുത്തതാണ് കേട്ടോ. ബ്ലൗസും മുണ്ടും നന്നായിട്ട് കളിച്ചിട്ടുണ്ട്, കുഴപ്പമൊന്നുമില്ല, നല്ല ഭംഗിയായിട്ട് തന്നെ കളിച്ചു. പിന്നെ എങ്ങനെയായാലും മക്കളല്ലേ, അവർ കളിക്കുന്നത് കാണാൻ രസമാണ്. അപ്പോൾ അവർ നന്നായിട്ട് കളിച്ചു. ഇതൊക്കെ അവരുടെ കൂടെ കളിക്കുന്ന മക്കളാണ് കേട്ടോ. ഇതൊക്കെ നമ്മളെ സബ്സ്ക്രൈബറാണ്. ഇയാൾ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് എന്നെ എടുത്ത് പറയണം എന്നൊക്കെ. ശിവദ എന്നാണ് പേര്. അപ്പോൾ മോളും നന്നായിട്ട് ഡാൻസൊക്കെ കളിക്കുന്ന കൂട്ടത്തിലാണ് കേട്ടോ ഈ ശിവദ മോള്. അവള് തിരുവാതിരയ്ക്കും നാടോടി നൃത്തത്തിനും ഒക്കെ അതുപോലെ മോണാക്റ്റ് ഒക്കെ പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ആദ്യത്തെ ഗ്രൂപ്പിൻ്റെ തിരുവാതിരയാണ് കേട്ടോ ഇത് നടക്കുന്നത്. ഞാൻ അതിൻ്റെ കോപ്പിറൈറ്റ് ഇഷ്യൂ വരുന്നത് കൊണ്ടാണ് പാട്ട് ഇതിൽ ചേർക്കാത്തത് കേട്ടോ. അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാമെന്ന് മാത്രം വിചാരിച്ചു. അവർ ചുവപ്പ് ബ്ലൗസും അതുപോലെ സെറ്റ് മുണ്ടും ആണ് ഉടുത്തത്. സെറ്റ് മുണ്ടും ഉടുത്ത് നന്നായിട്ട് കളിച്ച എല്ലാ മക്കളും. ഇത് 2ാമത്തെ ടീമാർ കേട്ടോ. 2ാമത്തെ ടീമും പച്ച ബ്ലൗസും സെറ്റും മുണ്ടുമാണ് ഉടുത്തത്. അവരും നന്നായിട്ട് നല്ല ഭംഗിയായിട്ട് എല്ലാ മക്കളും കളിച്ചിട്ടുണ്ട്. 3ാമതായിരുന്നു എൻ്റെ മോളെ ടീം. അപ്പോൾ അവരും നന്നായിട്ട് തന്നെ കളിച്ചിട്ടുണ്ട് കേട്ടോ. പല സമയങ്ങളിലാണ് പരിപാടി നടന്നത്. എന്നാലും എല്ലാ മക്കളന്മാരും ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു കാണാൻ. അപ്പോൾ ഇതാണ് 3ാമത്തെ ടീമർ. അപ്പോൾ ഇവരും നന്നായിട്ട് തന്നെ കളിച്ചു. പിന്നെ എല്ലാവരും നല്ല ഭംഗിയായിട്ട് കളിക്കുന്നത് കാണാനൊരു രസമുണ്ടായിരുന്നു. നല്ലൊരു രസമായിരുന്നു 2 ദിവസം കലോത്സവത്തിൻ്റെ 2 ദിവസം നല്ല എല്ലാവരും അടിച്ചു പൊളിച്ചു. അപ്പോൾ ഇത് 1ാമത്തെ ദിവസമാണ് നടക്കുന്നത്. തിരുവാതിര ഏറ്റവും ലാസ്റ്റ് ആയിട്ടായിരുന്നു. സന്ധ്യ കഴിഞ്ഞിരുന്നു പരിപാടി കയറുമ്പോഴേക്കും. അപ്പോൾ
ഇത് കഴിഞ്ഞ് ഞങ്ങളെല്ലാവരും വീട്ടിലൊക്കെ പോയി സുഖമായിട്ട് കിടന്നുറങ്ങി. പരിപാടീൻ്റെ ഒരു ചെറിയൊരു ക്ഷീണവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു മോൾക്ക്. ഇതിപ്പോൾ ഇനി രണ്ടാമത്തെ ദിവസം രാവിലെ തന്നെ ഞങ്ങൾ മേക്കപ്പിന് വന്നതാണ് കേട്ടോ. ഫസ്റ്റ് ഡാൻസ് ഐറ്റം ഭരതനാട്യമായിരുന്നു. അതിനു മുന്നേ സ്റ്റേജിൽ പദ്യം ചൊല്ലലും കവിത അങ്ങനത്തെ ഓരോരോ പരിപാടികളൊക്കെ കയറിയിട്ടുണ്ടായിരുന്നു. അറബിക് പദ്യം, സംസ്കൃതം പദ്യം എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോ പരിപാടി ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് ഭരതനാട്യം. എന്നാലും നമ്മൾ നേരത്തെ റെഡിയായി നിൽക്കണമല്ലോ, മേക്കപ്പൊക്കെ ചെയ്ത് നിൽക്കണമല്ലോ. അപ്പോൾ അതിന് മേക്കപ്പ് മാൻ രാവിലെ തന്നെ വന്നിട്ടുണ്ടായിരുന്നത്. അപ്പം നമ്മൾ രാവിലെ തന്നെ ഒക്കെ റെഡിയാക്കി സ്കൂളിലേക്ക് വന്നു. അപ്പോൾ സ്കൂളിൽ നിന്ന് മേക്കപ്പ് ചെയ്യുകയാണ് ഇപ്പം. ഇവൾ മാത്രമല്ല കേട്ടോ, വേറെയും 4 കുട്ടികളുണ്ടായിരുന്നു ഭരതനാട്യം കളിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതാ ഏകദേശം ഓൾമോസ്റ്റ് കഴിഞ്ഞിട്ടുണ്ട് ഭരതനാട്യത്തിൻ്റെ മേക്കപ്പ്. അപ്പോൾ നന്നായിട്ട് മേക്കപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല മേക്കപ്പ് മാനായിരുന്നു, അടിപൊളിയായിട്ട് ചെയ്തു, എനിക്കിഷ്ടപ്പെട്ടു. ഇത്രയും കാലം ചെയ്തതിൽ വെച്ചിട്ട് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇപ്രാവശ്യം അവൾ കയറിയ ഭരതനാട്യത്തിൻ്റെ മേക്കപ്പായിരുന്നു. അപ്പോൾ ഇതാ ബാക്കി അവളുടെ നമ്പർ ലാസ്റ്റ് 4ാമത്തതെങ്ങാനായിരുന്നു. 4 മക്കളാണ് കളിച്ചത്. അപ്പോൾ ഇതാ എല്ലാ മക്കളും ഓരോരുത്തരായിട്ട് സ്റ്റേജിൽ കയറി കളിക്കുന്നുണ്ട്. എല്ലാ മക്കളും നന്നായിട്ട് തന്നെ കളിച്ചിട്ടുണ്ട് കേട്ടോ. എല്ലാവരും നന്നായിട്ട് കളിച്ചു. എല്ലാവർക്കും വലിയ സന്തോഷത്തിൽ തന്നെ എല്ലാവരും അവർ തമ്മിൽ കൂട്ടുകാരാണല്ലോ. അപ്പോൾ അങ്ങനത്തെ ഒരു പ്രശ്നങ്ങളും കാര്യങ്ങളും ഒന്നും ഇല്ല. എല്ലാവരും നന്നായിട്ട് തന്നെ കളിച്ചിട്ടുണ്ട്. ഇത് ലാസ്റ്റ് എൻ്റെ മോള് കളിക്കുന്ന ഭരതനാട്യമാണ് കേട്ടോ. എല്ലാവരും നന്നായിട്ട് കളിച്ചിട്ടുണ്ട്. ഇനി ഭരതനാട്യം കഴിഞ്ഞപ്പോൾ പിന്നെ ഫുഡ് കഴിക്കേണ്ട സമയം ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു ഫുഡൊക്കെ കഴിച്ചു. ഫുഡ് കഴിക്കുന്നത് ഞാൻ എടുത്തിട്ടില്ല കേട്ടോ, എന്നോട് വിട്ടുപോയി. ഭരതനാട്യത്തിൻ്റെ ആ ക്ഷീണം കൊണ്ട് കളിച്ച് വന്ന് ആ വേഷമൊക്കെ മാറ്റി ഒക്കെ ഇരുന്നപ്പോൾ ക്ഷീണം കൊണ്ട് അതൊന്നും എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ പിന്നെ ഗ്രൂപ്പ് ഡാൻസിൻ്റെ കേട്ടോ, ഗ്രൂപ്പ് ഡാൻസിൻ്റെ അത് പുറപ്പെടാനുള്ളത് എന്നോട് എടുക്കുന്നത് വിട്ടുപോയി ഷൂട്ട് ചെയ്യാൻ. ഓരോ മക്കൾ 3 ഗ്രൂപ്പുകാരുണ്ടായിരുന്നു ഗ്രൂപ്പ് ഡാൻസ് കളിക്കാൻ. ഇത് ആദ്യത്തെ ഗ്രൂപ്പാണ് കളിക്കുന്നത്. ഇവർ നന്നായിട്ട് എല്ലാവരും നല്ല വേഷങ്ങളൊക്കെ എല്ലാവരും നല്ല വേഷങ്ങളായിരുന്നു, അടിപൊളിയായിരുന്നു എല്ലാവരെയും കാണാൻ. നന്നായിട്ട് മേക്കപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് 2ാമത്തെ ആൾക്കാർ കേട്ടോ. കാഞ്ചനമാലേൻ്റെ ഒരു തീമായിരുന്നു ഈ മക്കൾ കളിച്ചത്. നന്നായിട്ട് എല്ലാവരും നന്നായിട്ട് കളിച്ചിട്ടുണ്ട്. അതുപോലെ എൻ്റെ മോള് കളിച്ചത് മറ്റേ വയനാട് ദുരന്തത്തിൻ്റെ ഒരു പാട്ടുണ്ടായിരുന്നു, അതായിരുന്നു കളിച്ചത്. പാട്ടും കൂടെ ആഡ് ചെയ്യായിരുന്നു, പക്ഷേ കോപ്പിറൈറ്റ് പ്രശ്നമുള്ളത് കൊണ്ടാണ് ഞാനത് ചെയ്യാത്തത് കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ജസ്റ്റ് നിങ്ങളെ ഒന്ന് കാണിക്കാൻ വേണ്ടി മാത്രം, കലോത്സവത്തിൻ്റെ 2 ദിവസം നിങ്ങൾക്കൊന്ന് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. അത്രയേ ഉള്ളൂ. ഇതാണ് കേട്ടോ എൻ്റെ മോള് കളിച്ച 3ാമത്തെ ഗ്രൂപ്പിൻ്റെ ഡാൻസ്. അവർ നന്നായിട്ട് തന്നെ കളിച്ചിട്ടുണ്ട് കേട്ടോ. അവർക്കൊരു ഹാഫ് സാരി മോഡലായിരുന്നു വേഷം. നല്ല വേഷം തന്നെയായിരുന്നു കേട്ടോ. അപ്പോൾ ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരേക്കും ചച്ചാ ബൈ ബൈ. എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ.
പുതിയ വീഡിയോ ആയിട്ട് വരാം. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ.